ഞാനെ അറിയിക്കുന്നത് വരെ അവിടെ താമസിക്കുകയും ചെയ്യുക. ആ രാത്രി തന്നെ യോസേപ്പ് എഴുന്നേറ്റ് കുതിരയും അമ്മയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോയി. സംരക്ഷകനും വളർത്തുപിതാവുമായ വേണ്ടി വസതി അന്വേഷിച്ചു. അവിടുത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒളിച്ചോടിയും അവിടുത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി മരപ്പണി ചെയ്തു. ദിനരാത്രികൾ അധ്വാനിച്ച് അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ സഭയ്ക്ക് ഇന്ന് നേർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു കൊള്ളണമേ. സഭാമന്ദിരിൽ നിന്നും തെറ്റായ സിദ്ധാന്തങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹെരോദോസ് മരിച്ചയുടനെ കർത്താവിന്റെ ദൂതൻ ഈജിപ്തിൽ വെച്ച് യോസേപ്പിനെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അരുളി ചെയ്തു. നീ എഴുന്നേൽക്കുക, കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ഇതുകൊണ്ടുനാളുണ്ണിയെ ഭരിക്കുവാനിരിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞു. യോസേപ്പ് എഴുന്നേറ്റ് ശിശുവിനെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ രാജ്യത്തേക്ക് തിരിച്ചു. ഈശോ മിശിഹായെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ദിവ്യ ശുശ്രൂഷകൾ സ്വീകരിച്ച് സന്തോഷത്തോടെ സമാശ്വസിക്കുകയും സമാധാനത്തിൽ മരിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ
യോസേഫേ, ഒരുങ്ങാത്തതും ദൈവേഷ്ടപ്രസാദമില്ലാത്തതുമായ എല്ലാ ദുർമരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ എന്ന തിരുനാമം വിളിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച് മനസ്തപിച്ചുകൊണ്ടും മരണം പ്രാപിക്കുവാനുള്ള അനുഗ്രഹവും രോഗികളുടെ ആശ്രയവും ആസന്നമാരുടെ മധ്യസ്ഥനുമായ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് പുത്രനായ അർക്കലാവോസ് യൂദായിലെ രാജാവായി വാഴ്ച നടത്തുന്നുവെന്ന് യോസേഫ് പറഞ്ഞു. അങ്ങോട്ട് പോകുവാൻ യോസേഫ് പുറപ്പെട്ടു. ഗലീലാദേശത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അവർ ഗലീലയിലേക്ക് പോയി. അവിടെ ചെന്ന് നസ്രത്ത് എന്ന നഗരത്തിൽ വാസമുറപ്പിച്ചു. വിളിക്കുമെന്നും ദീർഘദർശിയുടെ പ്രവചനം അങ്ങനെ നിറവേറി. തിരുകുടുംബത്തിന്റെ ശുഷ്കാന്തിയുള്ള കാലം കാരണം നിരന്തരമായ അധ്വാനം കൊണ്ട് ദൈവസ്തുതിനെയും മാതാവിനെയും കാത്തു പരിപാലിച്ചവനും വേലക്കാരുടെ മാതൃകയുമായ മാനവശേഷത്തെ അങ്ങ് തൂകിയ ഉയർപ്പുതുള്ളികളെയും സഹിച്ച പീഡകളെയും ഓർത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മശരീര പോഷണത്തിനും ആരോഗ്യപാലനത്തിനുമായി അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ സ്വർഗീയ മധ്യസ്ഥനായ എളിയവരായ ഞങ്ങളിൽ നീതിബോധവും സത്യസന്ധതയും കൈവരുത്തണമേ. അധ്വാനം വഴി സ്വർഗീയ സമാധാനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുന്നതിന് ഇടവരുത്തുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് മൗനമായി നമ്മുടെ 9 നിയോഗങ്ങൾ ഒരിക്കൽ കൂടി യേശു പിതാവിനോട് നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധവിനയാമറിയത്തിന്റെ നിർമ്മലനായ ഭർത്താവും ഈശോമിശിയുടെ ഭർത്തപിതാവുമായ മറിയൂസേപ്പേ ദൈവനീതിയാൽ ജീവിതത്തെ ധന്യമാക്കിയല്ലോ. ഗർഭിണിയായിരിക്കുന്ന മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശ്രമിച്ചപ്പോഴും യേശുവിനെ സംരക്ഷിക്കുവാൻ ദേശത്തേക്ക് വിളിച്ചേടേണ്ടി വന്നപ്പോഴും പ്രശ്നത്തിന് പുറകെ മറ്റൊന്നായി അങ്ങയെ ഉലച്ചപ്പോഴും ദൈവത്തിന്റെ പരിപാലനയുടെ കരങ്ങൾ ദർശിച്ച് അനുസരണയോടെ ദൈവം നിറവേറ്റി അങ്ങ് ജീവിത ദൗത്യം പൂർത്തിയാക്കി. വേദനകളാലും ക്ലേശങ്ങളാലും ഞങ്ങൾ വലയുമ്പോൾ ദൈവപരിപാലന പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കാനുള്ള കൃപാവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ താലന്തുകളെല്ലാം ഉപയോഗപ്പെടുത്തി ഇങ്ങേപോലെ അധ്വാനിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പൂർണ്ണമാക്കട്ടെ. പരസ്പരം സ്നേഹിച്ചും ശുശ്രൂഷിച്ചും തെറ്റുകൾ ക്ഷമിച്ചും കുടുംബത്തിനും സമൂഹത്തിനും സന്തോഷവും സമാധാനവും നിലനിർത്തട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും